ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ന്യൂസ് സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് ഇന്ത്യ ഈ നീക്കം പരിഗണിക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര സംഘടനകളായ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, റെസിഡന്റ് ഫ്രണ്ട് എന്നിവ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റം തുടരുകയാണ്. സ്നൈപ്പർ ആക്രമണങ്ങളുടെയും ഷെല്ലാക്രമണങ്ങളുടെയും പാകിസ്ഥാൻ പലവട്ടം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. 2023-നും 2024-നും ഇടയിൽ അത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാൻ 2021 ഫെബ്രുവരി 25-ന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ പുതുക്കിയതാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ രോഷം തിരിച്ചുമറിയുമ്പോൾ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ കൂടുതൽ കടുത്ത നടപടികളുമായി ഇന്ത്യ. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൽ അതിർത്തി സുരക്ഷാ സേന അട്ടാരി അതിർത്തിയുടെ കവാടങ്ങൾ തുറക്കുകയോ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി പതിവ് ഹസ്തദാനം നടത്തുകയോ ചെയ്യാതെ തങ്ങളുടെ അമർഷം പ്രകടമാക്കി. ഇരുവശത്തു നിന്നും നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ ഇന്ത്യൻ സൈനിക പരേഡ് കമാൻഡർ പാകിസ്ഥാൻ സൈനികർക്ക് ഹസ്തദാനം നൽകുന്നതിൽ വിട്ടുനിന്നു. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് 1959 മുതൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു ആചാരമാണ്. എല്ലാ വൈകുന്നേരവും അട്ടാരി വാഗ അതിർത്തിയിൽ ഇരു സേനകളും അതിർത്തി കവാടങ്ങൾ തുറക്കുകയും ആചാരപരമായ ഹസ്തദാനം നടത്തുകയും ചെയ്യുകയാണ്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞതിന് പിന്നാലെയാണ് ഇതിനി വേണ്ട എന്ന നിലപാട് BSF എടുത്തിരിക്കുന്നത്. ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ 5 നയതന്ത്ര തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. ഇതിന്റെ ഭാഗമായി മോദി സർക്കാർ സിന്ധു നദീതല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു. അട്ടാരി അതിർത്തി അടച്ചു. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഉത്തരവിട്ടു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ മിഷനിലെയും ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെയും ജീവനക്കാരെ കുറച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഏക പ്രവർത്തനക്ഷമമായ അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റും ഉടനടി പ്രാബല്യത്തിൽ തന്നെ അടയ്ക്കുകയും ചെയ്തു. ഏതായാലും കച്ചകെട്ടി ഇറങ്ങുകയാണ് ഭാരതമെന്ന് വ്യക്തം. തങ്ങളുടെ നിരപരാധികളായ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവന് പകരം ചോദിക്കാതെ ഇനി അടങ്ങിയിരിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഭാരതം നൽകുന്നത്.